എല്ലാ കൂട്ടുകാർക്കും ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ റമദാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ സഹോദരങ്ങൾക്ക് നോൻപെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഉള്ള ഡിഷാണ്, ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് ഡിഷാണ് കേട്ടോ. ഇതിൻ്റെ പേര് ബീഫ് ക്രോക്കേറ്റ്സ് എന്നാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 500 ഗ്രാം അളവിൽ ഞാൻ ബീഫ് മേടിച്ചിട്ട് അതിനെ ഞാൻ നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാല പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്യുന്ന മസാല പൗഡർ വേറെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പം നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളൊരു ഐറ്റം ഈ ഗരം മസാലയാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡറാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിപ്പോൾ ഏകദേശം ഒരു 3 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. ഇത് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മളിതിൻ്റെ അകത്തേക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ ഇതിനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലായിടത്തും ഇത് മസാലയും നമ്മുടെ വിനീഗറും എല്ലാം ഒന്ന് പിടിച്ച് കിട്ടത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ എല്ലായിടത്തേക്കും ആകത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിനെ ഏകദേശം അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ നമുക്കിതിനെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. 1 മണിക്കൂറൊക്കെ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അത്രയ്ക്ക് നമ്മുടെ ബീഫിലോട്ട് അതെല്ലാം ചേർന്ന് പിടിച്ച് കിട്ടും. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഇതിനെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ വെച്ചായിരുന്നു. ഇപ്പോൾ ഞാൻ പാൻ വെച്ചിട്ട് അത് ചൂടായപ്പോഴത്തേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മീഡിയം സൈസ് അളവിലുള്ള 3 സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതുപോലെ 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒത്തിരി കൂടിയാൽ നമുക്കിതിനൊരു മധുരിപ്പായിരിക്കും. കൂടുതലായിട്ട് ഇടേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം സൈസാണെങ്കിൽ ഒരു 3 എണ്ണം തന്നെ ധാരാളമാണ്. പച്ചമുളക് 2 എണ്ണം മതി. നമുക്കിതിലേക്ക് എരിവിനായിട്ട് എടുക്കുന്നത് പച്ചമുളകും പിന്നെ കുരുമുളകൊക്കെയാണ്. നമ്മൾ മുളക് പൊടിയൊന്നും ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യില്ല. പിന്നെ ഇത് നല്ലതുപോലെ നമുക്ക് ഇങ്ങനെ വഴറ്റിയെടുക്കാം. മുരിഞ്ഞിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒന്ന് എടുത്താൽ മതി. കുറച്ച് ഉപ്പും കൂടെ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓൾറെഡി നമ്മൾ മിൻസിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ നോൻപ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ. അവരുടെ കൂടെ നമ്മൾ അങ്ങോട്ട് പിടിക്കുമ്പോഴത്തേക്കും നമുക്കും ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. നല്ല രസമാണ്. പക്ഷേ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യണം. നമുക്കിപ്പോൾ അവരുടെ പ്രാർത്ഥനകളൊന്നും അറിയില്ല എങ്കിലും നമ്മുടേതായ രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നോൻപിൻ്റെ കാലാവധിയൊക്കെ അവർക്ക് ഫുള്ള് എടുക്കാനായിട്ട് പറ്റാനായിട്ടൊക്കെ നമുക്ക് അവർക്ക് വേണ്ടി കൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ പിന്നെ നോൻപ് കറക്റ്റായിട്ട് തന്നെ ടൈമൊക്കെ കീപ്പ് ചെയ്ത് അങ്ങനെ പിടിക്കാം. അപ്പോൾ ഇതിപ്പോൾ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിൻ്റെ ആ മിക്സാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത്രയൊക്കെ തന്നെ മതി കേട്ടോ. ഇത്രയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ
ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ബീഫ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇടയ്ക്ക് ഇങ്ങനെ വെടി പൊട്ടുന്ന പോലെ പടക്കം പൊട്ടുന്നത് ഒച്ച കേൾക്കുന്നത് അടുത്ത വീട്ടിൽ ചേച്ചി തുണി അലക്കുന്നതിൻ്റെ ആട്ടോ. അവർ തുണി അടിച്ച് കഴുകുന്നതിൻ്റെ ഒച്ചയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പടക്കം പൊട്ടുന്ന പോലത്തെ ഒച്ച കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ടിട്ട് വെള്ളം ഇപ്പോൾ ആഡ് ചെയ്യേണ്ട. നല്ലതുപോലെ തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്നത് വരെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കുത്തി ഇങ്ങനെ ആക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ കണ്ടോ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇത്രയും ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അടിച്ചിട്ട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ മിൻസ് ആയതുകൊണ്ടിട്ട് തന്നെയും പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യുമല്ലോ. നമ്മുടെ വലിയ വലിയ പീസല്ലല്ലോ, നമ്മൾ അരച്ചിട്ടെടുത്തതായത് കൊണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മിൻസാക്കി എടുക്കുന്നതിന് മുന്നേ നല്ലതുപോലെ ക്ലീൻ ചെയ്യുക. അല്ലാതെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം പിന്നെയും വാഷ് ചെയ്യാനായിട്ട് പോകരുത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി നമുക്കൊരു 10-30 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിച്ചു പോവും. അപ്പോൾ ഇപ്പോൾ ദേ ഇവിടെ നമ്മുടെ ബീഫെല്ലാം നല്ലതുപോലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കവർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടോ, വെള്ളം അങ്ങ് വറ്റിക്കോളും. നമ്മൾ കവർ ചെയ്യാണ്ട് കുറച്ച് നേരം ഒന്ന് ഓപ്പൺ ആക്കി തന്നെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നല്ലതുപോലെ അങ്ങോട്ട് വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നോളും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശം എല്ലാം കുറഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ നമ്മളിങ്ങനെ ഉടച്ചുടച്ച് കൊടുത്ത് എല്ലാം അതിലൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ അതുപോലെ ഈ സമയത്ത് നമ്മൾ ഉപ്പും കുരുമുളകൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഒരു പിടി, അതായത് ഒരു കാൽ കപ്പ് അളവിൽ നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുവാണ്. നിങ്ങൾക്ക് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, നമ്മുടെ കെച്ചപ്പോ എന്തെങ്കിലും കുറവായിട്ട് ഫീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അന്നേരം എനിക്ക് കുരുമുളകിൻ്റെ എരിവ് ഒരല്പം കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും 1 ടീസ്പൂണും കൂടെ നമ്മുടെ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇതിനൊന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഇതിനെ ഒന്ന് അരച്ചെടുക്കും. തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാവൂ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലേഡെല്ലാം കംപ്ലൈൻ്റ് ആയി പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. പെപ്പർ പൗഡറും കൂടെ ഇട്ടതിന് ശേഷം വീണ്ടും ഇതുപോലെ അങ്ങ് ഇളക്കി എടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബ്രെഡ് ക്രംസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. കുറച്ച് ബ്രെഡ് മേടിക്കുക, അത് ചൂടാക്കണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്കതിനെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കടയിൽ നിന്ന് മേടിക്കാനും കിട്ടും, പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ആ മുട്ടയും നമ്മുടെ ഈ ബ്രെഡ് ക്രംസും കൂടെ നല്ലതുപോലെ നമ്മുടെ ആ മിൻസിൽ നല്ലതുപോലെ യോജിപ്പിച്ച് അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഈ യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിമം നിങ്ങളൊരു 2-3 മണിക്കൂർ ഇതിനെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. അതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചെയ്തേക്കുക. ഒരു 3 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ തന്നെ ഒന്ന് വെച്ചേക്കുക. ഇതിപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ.
അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇപ്പോൾ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മളിത് പുറത്തെടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ തന്നെ ഇങ്ങനെ ഉടച്ചുടച്ച് ഇങ്ങനെ സ്പൂൺ കൊണ്ടിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ബീറ്റ് ചെയ്യുന്ന വിസ്ക് വെച്ചിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട നമുക്ക് എടുക്കാം. നമ്മുടെ ഇതൊന്ന് മുക്കി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അതിനെ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട എടുക്കുന്നത്. അപ്പോൾ 2 മുട്ടയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്ത് അങ്ങ് എടുത്താൽ മതി. ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. കണ്ടോ, ഇപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് ബ്രെഡ് ക്രംസും പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് അളവിൽ റവയും കൂടെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് മാത്രമായിട്ട് വേണമെങ്കിൽ കോട്ടിങ്ങിന് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 2ഉം കൂടെയാണ് എടുക്കുന്നത്. ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ റവയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി വേറൊന്നുമില്ല, നമ്മുടെ പിന്നെ ബീഫിൻ്റെ കൂട്ടില്ലേ, അതിനെ ഇങ്ങനെ ഒരു നാരങ്ങ വലിപ്പത്തിന് എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ റോൾ ചെയ്ത് അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നോൻപിൻ്റെ സമയത്ത് പരീക്ഷിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. ഇനി വേറൊന്നുമില്ല, നമുക്ക് ആദ്യം മുട്ടയിലേക്ക് ഇത് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്ത് ഇതിനെ എടുക്കാം. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നോൻപ് തുറക്കി കുറച്ച് മുന്നേ എടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും. റവ മാത്രമായിട്ടൊക്കെ എടുക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലും മുക്കി എടുക്കാം. കണ്ടോ, അപ്പോൾ ഞാൻ ബാക്കി കുറച്ച് വെച്ചിട്ടുണ്ട് നാളത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ എനിക്ക് വീട്ടിൽ ആൾ കുറവായത് കൊണ്ടിട്ടാണ് കുറച്ച് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. ഫ്ലെയിം കൂടി പോകരുത്, കാര്യം അതിൻ്റെ പുറമെല്ലാം കരിഞ്ഞു പോവും, അകത്ത് ഒരിതുണ്ടാകത്തില്ല. പിന്നെ നമ്മളെല്ലാം വേവിച്ചതായതുകൊണ്ട് അധികം സമയം എടുക്കത്തില്ല കേട്ടോ. എല്ലാം വേവിച്ചതാണല്ലോ, ബീഫായാലും എല്ലാം വേവിച്ചെടുത്തത് കൊണ്ടിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് കുട്ടികൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവന്മാർ ബാക്കിയും കൂടി ഇപ്പോൾ തന്നെ വേണമെന്ന് പറയുന്നത് ഞാൻ നാളത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റി ഫ്രിഡ്ജിലോട്ട് വെച്ചിരിക്കുവാണ്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം കൂടിപ്പോയാൽ പുറമെല്ലാം കരിഞ്ഞു പോവുകയെ പിന്നെ ഒരു കയ്പ്പായിരിക്കും. അതുകൊണ്ടിട്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇനിയിപ്പോൾ വേറൊന്നുമില്ല, നമുക്ക് കോരി മാറ്റാവുന്നതാണ്. എല്ലാ സൈഡും ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് അങ്ങോട്ട് കോരിയെടുക്കാം. നമുക്ക് ഒരു ബട്ടർ പേപ്പറിലോ എന്തെങ്കിലും വെച്ചിട്ട് എണ്ണ അധികം ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങോട്ട് പോയി കിട്ടും, ബട്ടർ പേപ്പറിൽ എടുക്കുവാണെങ്കിൽ.
അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് ക്രോക്കേറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മുടെ സോസും കൂടെ വെച്ചിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസ് മറ്റുള്ളവരിലേക്കും കൂടെ എത്തുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കേ, താങ്ക് യു.